ഫാമിലി, ഇന്നത്തെ വന്നൊരു ട്രാവൽ വ്ളോഗാണ്. എൻ്റെ ഒരു കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു ഡൽഹി ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം. അപ്പോൾ ഈ ഒരു ജേർണി 4 കിഡ്സ് വെച്ച് എങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ ഇന്നത്തെ വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത്. രാവിലെ ഒരു 5 മണിയുടെ ഫ്ലൈറ്റ് ആയിരുന്നു എൻ്റെ. അപ്പോൾ ഞങ്ങൾ ഒരു 1 മണിയൊക്കെ ആയപ്പം തന്നെ എയർപോർട്ടിലെത്തി. അച്ഛനെയും കൊണ്ട് നമ്മൾ കൂടുതൽ ലൈനിലൊന്നും നിൽക്കേണ്ടി വന്നില്ല. കാരണം കുഞ്ഞു പിള്ളേർ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു പ്രയോറിറ്റി കിട്ടും. നമുക്ക് ഫസ്റ്റ് തന്നെ പോവാം. ഇനിയിപ്പോൾ അവർ നമുക്ക് പ്രയോറിറ്റി തന്നില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറി ചെന്നാലും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്തായാലും പ്ലേ ഏരിയ ഉണ്ടായ കാരണം നമ്മൾ കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു. പിള്ളേർ കുറേ നേരം കളിച്ചു. അത് എന്തായാലും നല്ലൊരു ആശ്വാസമായിരുന്നു. കാരണം അല്ലെങ്കിൽ ഈ പിള്ളേരെ എല്ലാം കൊണ്ട് നമ്മൾ എത്ര നേരം എയർപോർട്ടിൽ എന്തെടുക്കും. അത് കഴിഞ്ഞ് ഈ കളിയെല്ലാം കഴിഞ്ഞ് ചേട്ടൻ എല്ലാവർക്കും വേണ്ട ബർഗർ മേടിച്ചുകൊണ്ട് വന്നു. കാരണം നമ്മൾ രാവിലെ ഉണർന്നിരിക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെയായാലും വിശക്കും. സ്പെഷ്യലി നമ്മൾ പിള്ളേരുടെ കൂടെ പോവുകയാണെങ്കിൽ പുറത്തിറക്കുമ്പോഴേ വിശക്കും. അന്നിരുന്ന് കഴിക്കൂ. അങ്ങനെ നമ്മൾ ബർഗർ എല്ലാം എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഡൽഹി ടു ബാംഗ്ലൂർ ഫ്ലൈറ്റിൽ നമ്മൾ ബോർഡ് ചെയ്തു. के लिए आपात स्थिति में अपना सामान विमान में ही रहने दें। सुरक्षा निर्देश पत्र आपकी सीट पॉकेट में रखा है, इसे ध्यान से पढ़ें। അങ്ങനെ നമ്മൾ ഫൈനലി ബാംഗ്ലൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ആ ബാംഗ്ലൂർ എയർപോർട്ട് സത്യം പറഞ്ഞാൽ കാണേണ്ടത് തന്നെയാണ്. എന്ത് രസമാണെന്നറിയോ, ഭയങ്കര രസമായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടി. പിന്നെ നമുക്ക് 7 hour വെയിറ്റിംഗ് ആയിരുന്നു കണക്റ്റിംഗ് ഫ്ലൈറ്റ്. നമ്മൾ ലാൻഡ് ചെയ്തൊരു 8 o'clock നമ്മുടെ ഫ്ലൈറ്റ് ഇനി അടുത്ത 3 o'clock. അപ്പോൾ നമുക്ക് അത്രയും ടൈമുണ്ട് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ. ഇനി പിന്നെയും നമുക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണെങ്കിൽ നമുക്ക് രണ്ടാമത് ചെക്ക് ഇനൊക്കെ ചെയ്ത് ബോർഡിംഗ് പാസ്സൊക്കെ നമുക്ക് ഡയറക്റ്റ് ഡൽഹിയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ നേരത്തെ അവിടെ നിന്ന് ഒരു സ്റ്റാഫ് നമ്മളോട് പറഞ്ഞു, എന്തായാലും നിങ്ങളുടെ ഇത്രയും ടൈം ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ പുറത്ത് പോയി ഫുഡ് പുറത്തെന്ന് വെച്ചാൽ എയർപോർട്ടിൻ്റെ വെളിയിൽ തന്നെ കുറേ കടകളുണ്ട്, അവിടെ പോയി ഫുഡ് കഴിക്കാൻ. അവിടെ റീസണബിൾ ആയിരിക്കും, വലിയ ചാർജസ് ഒന്നുമില്ല. അങ്ങനെ നമ്മളെല്ലാവർക്കും വേണ്ട മസാല ദോശയായിട്ട് ഓർഡർ കൊടുത്തേ. സംഭവം വന്നെങ്കിലും ടേസ്റ്റ് മസാല ദോശ പോലെ ഒട്ടുമല്ലായിരുന്നു, എന്തോ വേറൊരു ടേസ്റ്റാണ്. പക്ഷേ എന്തോ ആയിരുന്നാലും കഴിക്കാൻ നല്ലതായിരുന്നു. മസാല ദോശ എന്ന് പറഞ്ഞ് കഴിക്കാൻ പറ്റത്തില്ല, പക്ഷെ കഴിക്കാൻ നല്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും മസാല ദോശ പറഞ്ഞപ്പോൾ അൻഷി ദോശയും ചട്നിയാണ്. ഈ ദോശ കാണാൻ രസമുണ്ട് അൻഷി, ഹെൽത്തി ദോശയാണ് കഴിച്ചോ അൻഷി, കഴിക്കടി. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഫുഡെല്ലാം നല്ലതായിരുന്നു. കോഫി സൂപ്പറായിരുന്നു. റേറ്റും നല്ല നോർമൽ റേറ്റ് ആയിരുന്നു. എയർപോർട്ട് പോലെ ഹൈ റേറ്റ് ഒന്നും ഇല്ലായിരുന്നു. കാണുന്ന സകല കടകൾ ഈ പിള്ളേരെ നമ്മളെ കൊണ്ടുപോകും കേട്ടോ. ഇവിടുത്തെ റേറ്റും അങ്ങേ അറ്റത്ത്. മറ്റേതിൽ 300, 160. അൻഷിക്ക 160. ഈ റിയൽ ബ്രെഡ് 120 രൂപ. എൻ്റെ ദൈവമേ, മസാല ദോശയായിരുന്നു ബെറ്റർ. നിന്റെ ഈ കൊച്ചു 120 രൂപ സാധനത്തിന് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുവാടാ. എങ്ങനുണ്ട്? ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നമുക്ക് പിന്നെയും ചെക്ക് ഇൻ ചെയ്യാനുണ്ടായിരുന്നു. ചെക്ക് ഇൻ ചെയ്തു. അവിടുത്തെ കാഴ്ചയൊക്കെ നമ്മൾ ആസ്വദിച്ച് പോകുമായിരുന്നു. ഒരു സ്പോട്ട് പോലും നമ്മൾ ഫോട്ടോ എടുക്കാതെ വിട്ടിട്ടില്ല, എല്ലാം നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോട്ടോ സെക്ഷനും എല്ലാം കഴിഞ്ഞ് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് ഡയറക്റ്റ് പോയത് ലോഞ്ചിലേക്കാണ്. ഫുഡ് കഴിച്ച് വേറെ നിറഞ്ഞിരിക്കുവാണ്. സ്റ്റിൽ ഞങ്ങൾ ലോഞ്ചിൽ അങ്ങ് നേരത്തെ പോയി ഇരിക്കാമെന്ന് ഓർത്തു. അടിപൊളി രസമുണ്ട് കാണാൻ.
എടുത്തോടി ഇന്നത്തോട്ട് ഇട്ടോ. ഇത്രയും വേണ്ട, ഇത്രയും മതി. ആ നീ പാസ്ത സ്റ്റാർട്ട് ആയതേ ഉള്ളൂ. എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ ഓവർലോഡായി നമ്മൾ വയറൊക്കെ നിറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാവുന്ന തീരുമാനം എടുത്തു. എൻ്റെ കുട്ടനിങ്ങ് വാ. ദിയ ഇഷാനും എപ്പോഴും ഇങ്ങനെ അടി കൂടി അവനെ ഭയങ്കര വഴക്കായിരിക്കും. സ്നേഹം വന്നാൽ ഭയങ്കര സ്നേഹം. അപ്പം നമ്മൾ കുറച്ച് നേരം കിടന്ന് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാൻ പോയി. ലഞ്ചിന് ഇഷ്ടം പോലെ നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. അന്ന് ബുഫേ സിസ്റ്റം അല്ലേ. ഇവിടുത്തെ ഈ ആലു ഫ്രൈ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞു പപ്പടം ഉണ്ടായിരുന്നു കഴിക്കാൻ. നമ്മൾ ചോറും ദാല് കറിയും പനീർ കറിയും ചിക്കൻ കറിയും മീൻ കറിയും എല്ലാം സകല സാധനം ഉണ്ടായിരുന്നു. ഇല്ലാത്ത ഒന്നും ഇല്ലായിരുന്നു. നല്ല നല്ല ടേസ്റ്റി ആയിരുന്നു. നൂഡിൽസും പാസ്തയും ദോശയും സകല സാധനം ഉണ്ടായിരുന്നു എന്തായാലും. പക്ഷേ എനിക്ക് നൂഡിൽസ് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അത്രയും ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു, എന്തോ പോലെ ആയിരുന്നു. അപ്പം നമ്മളെ ലഞ്ച് എല്ലാം കഴിച്ചു. നമുക്ക് ഏറ്റവും സന്തോഷമായുള്ളൊരു മൂമെൻ്റ് ആയിരുന്നു കേട്ടോ. അവിടെ ഷെഫ് എല്ലാം വന്ന് നമുക്ക് ആസ് എ ടോക്കൺ ഓഫ് ലവ് അവർ നമ്മളെ കൊണ്ടൊരു ചെറിയ ഒരു പേസ്ട്രീസ് കട്ട് ചെയ്യിപ്പിച്ചു. എന്തായാലും പിള്ളേർ സെറ്റെല്ലാം നല്ല ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മളുടെ ബോർഡിങ് ടൈമൊക്കെ ആയി. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിരുന്നു. ഫ്ലൈറ്റിൽ കയറിയിരുന്നപ്പോഴാണ് അറിയുന്നത് ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് AC ഒന്നും വർക്കിംഗ് അല്ല. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വീശിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നു. വീശി കൈ തന്നെ എടുത്തു. ഇടയ്ക്ക് ഒരു വെള്ളമൊക്കെ കുടിക്കാൻ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് വീശിക്കൊണ്ട് അവിടെ ഇരുന്നു. हमें आपके साथ यात्रा करके खुशी हुई और दोबारा आपके साथ यात्रा करने की कामना करते हैं. അങ്ങനെ 1 മണിക്കൂറത്തെ വീശലെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്ലൈറ്റ് എടുത്തത്. ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം 1 hour ഉള്ളായിരുന്നു. അപ്പോൾ എന്തായാലും 1 മണിക്കൂറിനകത്ത് അവർ നമ്മൾ തിരുവനന്തപുരത്ത് എത്തി. ഫ്ലൈറ്റ് എടുത്തപ്പോഴെല്ലാം ഭയങ്കര ശബ്ദമായിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും പേടിച്ചിരിക്കും. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ തന്നെ എൻഡ് ചെയ്യുന്നു. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.